ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് കണിക്കൊന്ന പറിക്കാൻ പോകുന്നതിന് തുടക്കമാണ്. വിഷുവിന്റെ ഇതൊക്കെ തന്നെ വിട്ട് അച്ഛ വന്നില്ല. I'm going to cut the kanikonna with my friend Richu and he's also my അനുജൻ. ഇത് നമ്മുടെ നെയ്ബറിൻ്റെ വീട്ടിലുള്ള കണിക്കൊന്നയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം ഇവിടെ നിന്ന് തന്നെ എടുക്കാറ്. പൊതുവേ ഈ സമയത്തൊന്നും കണിക്കൊന്ന ഉണ്ടാവാറില്ല. പക്ഷേ ഭാഗ്യത്തിന് ഈ പ്രാവശ്യം എന്തോ നിറച്ച് കണിക്കൊന്നകൾ ഉണ്ടായി. അപ്പം നമ്മൾ ഇവിടെ നിന്ന് എടുത്തു കേട്ടോ. വിഷുവിന് കണിക്കൊന്ന ഇറക്കണ്ടേ? ഒരു കമ്പിയിൽ നമ്മൾ അറ്റത്തായിട്ട് കത്തി ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ചായച്ചാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നേച്ചത് കേട്ടോ. അത്യാവശ്യം കുറച്ചൊക്കെ കിട്ടി നമുക്ക്. സമയം 6 മണിയായി. മണ്ടയിലൊക്കെ കയറി നിൽക്കുമ്പോൾ നോക്കിട്ടാ. യെസ്, കിട്ടി. നോക്കി ഞങ്ങൾ കൊന്നയൊക്കെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി. മനുവിൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിട്ടാ കൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഡ്രസ് എടുക്കാം. ഡ്രസ്സാണ് നോക്കുന്നത്. എന്താ നിനക്ക് എന്ത് ടൈപ്പ് ഡ്രസ്സാണ് ഉണ്ടത്? റിച്ചോ ഓടി അവിടെ. ഇത് വിഷു കളറാണത്. അതിട്ടാ വിഷുവായി ചേച്ചി. ചേച്ചി വിഷുവിന് കയറി വരും. ശ്രീമാണ്ട് അവിടെ ആലോചിക്കണം ചേച്ചി. മേജി അങ്ങനെ പോയിട്ട് അല്ല അങ്ങനല്ലേ. ചാറ്റ എന്റർപ്രൈസിൽ നിന്ന് ഞങ്ങൾ ചാറ്റ പറഞ്ഞു പോണേണ്. ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചില്ല. അപ്പൊ ഞങ്ങൾ അടുത്ത യൂസ്റ്റേയിൽ പോകും. അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സ്റ്റുഡിയോ പോകും. അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിലോ? അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ വിഷുക്കോടി ഇല്ല. ചാറ്റാ. ഞങ്ങൾ യൂസ്റ്റേയിൽ വന്നിട്ട് ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഗൈസ്, ഞങ്ങൾ കടയിലൊക്കെ പോയി. പക്ഷെ ഒന്നും കിട്ടിയില്ല. അച്ഛനൊരു ഷർട്ട് മാത്രം എടുത്തു. എന്നിട്ട് ഞങ്ങൾ ആദ്യം ഇത് ഫ്രണ്ടിൽ കുറച്ച് കൊന്നപ്പൂ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. വീട്ടിലൊക്കെ സാധാ പോലെ തന്നെയാണ്. ഇതുവരെയായിട്ടൊന്നും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാ സാധനങ്ങളും ഇവിടെ ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഇതല്ല, ഇതിൻ്റെ അകത്ത്. അപ്പം എല്ലാം സെറ്റ് ചെയ്യണം. ഇതാണ് അച്ഛയ്ക്ക് എടുത്ത ഷർട്ട്. യൂസ് ചെയ്യുന്നതാണ് എടുത്തത്. അച്ഛയ്ക്ക് മാത്രമേ എടുത്തുള്ളൂ. ഉരുളിയും വിളക്കും കൃഷ്ണനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 11 മണിയായപ്പോഴേക്കും കണി ഇതേ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം ഫ്രൂട്ട്സ് ഞങ്ങൾ പുറത്തുനിന്നൊക്കെ മേടിച്ചിട്ടുണ്ടായി. നോർത്തിൽ നിന്ന് വന്ന വഴിക്ക് പൂമാലയൊക്കെ മേടിച്ച് ഞങ്ങളെല്ലാം ഒരു 11 കാലോട് കൂടി സെറ്റ് ചെയ്തില്ല.
ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിഷു കഞ്ഞിയാണ്. അപ്പോൾ അമ്മ അടുക്കളയിൽ ഞങ്ങളെ കണി കാണിച്ചിട്ട് വിഷുക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് കയറി. അപ്പോൾ വിഷുക്കഞ്ഞിയുടെ കൂടെ ഞങ്ങൾ പപ്പടമാണ് എപ്പോഴും കഴിക്കാറ്. അപ്പോൾ പപ്പടവും ചെയ്യുന്നുണ്ട്. പിന്നെ അച്ഛനും മനുവും ഉറങ്ങുന്നു. കണി കണ്ടിട്ട് കിടന്നുറങ്ങി. അപ്പുറത്താണെങ്കിൽ അമ്മണിയമ്മയും കിടന്നുറങ്ങണേണ്. ഞാൻ വേഗം പോയി കുളിച്ച്, അമ്പലത്തിൽ പോകാനുള്ളത് കാരണം വേഗം പോയി കുളിച്ചു, പണിയൊക്കെ തീർത്തു. കുളിച്ച് വന്നപ്പോഴേക്കും അമ്മ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായി, വിഷുക്കഞ്ഞി. ഗൈസ്, ഞങ്ങളുടെ വിഷുക്കഞ്ഞി ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ വെയ്ത് വെച്ചു. ഇതാണ് വിഷുക്കഞ്ഞി, ഇതാണ് പപ്പടം. ഇതിൻ്റെ കോമ്പിനേഷനാണ് പപ്പടം. ഇനിയാണ് നമ്മുടെ വിഷുവിൻ്റെ ഫേവറേറ്റ് പാർട്ട്, വിഷു കൈനീട്ടം. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് തന്നത് നമ്മുടെ അടുത്തുള്ളൊരു ചേട്ടനാണ്, ബാബു ചേട്ടൻ. പിന്നെ കുഞ്ചൻ വന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായി വെൽക്കം ചെയ്ത് ഞങ്ങൾ കൈനീട്ടം മേടിച്ചോണ്ടേയിരുന്നു. ചേട്ടൻ ഞങ്ങൾക്ക് 100 രൂപ. താങ്ക് യു. കണി വിഷു കൈനീട്ടം. അമ്പലം അച്ഛനെ സമയം 10 മണിയായി. എന്നാലും ഞങ്ങൾ ഇപ്പോഴാണ് അമ്പലത്തിൽ പോകുന്നത്. എല്ലാവരും ഇവിടെ റെഡി ആയിട്ട്. വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അമ്പലമാണ്, അതിനാൽ പെട്ടെന്ന് എത്തും. കൃഷ്ണൻ്റെ അമ്പലമാണ്. ഫ്രണ്ടിൽ നല്ല അടിപൊളിയായിട്ട് നല്ല കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ടായി കാണാനായിട്ട്. നല്ല തിരക്കുണ്ടായിട്ട് ഈ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം നല്ല തിരക്കുണ്ടായി അമ്പലത്തിൽ. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്ത് ഫോട്ടോ എടുക്കാൻ നല്ല തിരക്കായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴേക്കും അമൃതയുടെ ഫാമിലി. പിന്നെ അവരോട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സെൽഫി എടുത്ത് ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞിട്ട് കയറി തൊഴുതു. ഞങ്ങൾ തൊഴുതിറങ്ങി. അപ്പോഴാണ് അന്നൊരു ഡാൻസ് കളിച്ചിട്ട് പോയാലെന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പോൾ 2 ദിവസം മുമ്പ് പഠിച്ചു വെച്ച സാധനമാണ്, കാരണം മറന്നു പോയിട്ടുണ്ടായി. ഞങ്ങൾ അവിടെ വെച്ച് തന്നെ അത് ഓർത്തെടുത്ത് കളിക്കുക ചെയ്തത്. ഞങ്ങൾ 2 റീലെടുത്ത് അതോടുകൂടി ഞങ്ങളുടെ ഫുൾ മേക്കപ്പ് ഒലിച്ചു പോയി. ഞങ്ങൾ ആകെ വാശം കെട്ടു. ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നു. ഞങ്ങൾ ഇവിടെ വിഷുക്കഞ്ഞി കുടിക്കുകയാണ്. അമ്മ മൈൻഡോട് ചെയ്യണം നമ്മളെ. അമ്മ വിഷുക്കഞ്ഞിയിൽ ശ്രദ്ധ കിട്ടിയിരിക്കുകയാണ്. അമ്മ നോക്കിയ ക്യാമറയിലോട്ട്. കഞ്ഞി മാത്രം മതി. എൻ്റെ കഞ്ഞിയിലേക്ക് അമ്മ ഇപ്പോഴാണ് ഈ പ്രഹസനം കാണുന്നത് ആകാശിന്റെ. അതിനെന്താണ്, 2 ചെറിയ പൊട്ടലുള്ളൂ. വിഷുവിന് ഒരു കൈതിര പോലെ വന്നാലും മതി. ഉച്ചത്തേക്ക് വീതി വെക്കാനേ വാഴല വേണമായിരുന്നു. അപ്പോൾ പുള്ളി മതിലെടുത്ത് ചാടിയതാണ്, അതാണ് അത് പറ്റിപ്പോയത്. അങ്ങനെ 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഞങ്ങൾ വീതി വലിച്ച് ഭക്ഷണം കഴിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ആയി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഡാൻസ് കളിക്കാറുണ്ട്, അത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാവാറില്ല. പടക്കമൊന്നുമില്ല കേട്ടോ, വെറുതെ. അപ്പം ശരി, അപ്പം ഹാപ്പി വിഷു. നന്ദി ഈ വ്ളോഗ് കണ്ടതിന്.